ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. പത്രം എടുത്ത് നോക്കുമായിരുന്നു. അതിനകത്ത് അമ്മയിൽ കൂട്ടരാജി, എല്ലാവരും രാജിവെച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയപ്പോൾ അതിനകത്തൊരു പോസ്റ്റ് കണ്ടു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ പത്രപ്രവർത്തകർ അവരാണെങ്കിലും എന്താ പറയുക, ആദ്യം മറ്റേ അർജുൻ വെള്ളത്തിൽ പോയപ്പം അവരങ്ങ് ഒരാഴ്ചയോളം അർജുനെ തപ്പുന്നതും അതുമൊക്കെ ആയിരുന്നു അവരുടെ വലിയ ന്യൂസ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ വയനാട്ടിൽ ഉരുൾപൊട്ടി, അതിനെപ്പറ്റിയായി വലിയ ന്യൂസ്. എന്നാൽ ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി. അപ്പോൾ അതായി വലിയ ന്യൂസ്. ആരെയും കുറ്റപ്പെടേണ്ട കാര്യമില്ല. എല്ലാം ഒരു ബിസിനസ് മൈൻഡാണ്. എല്ലായിടത്തും എല്ലാ മേഖലയിലും ബിസിനസ് മൈൻഡാണ്. ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും പിന്നെ അത് എന്താ പറയുക, എഡ്യൂക്കേഷൻ ആണ് പറഞ്ഞാലും നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കാര്യം തുടങ്ങുന്നത് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, ഇതും ഞാൻ പറഞ്ഞ കാര്യമല്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കിടന്നപ്പോൾ എന്നോട് അമ്മാൾ ചോദിച്ചു, അമ്മേ ഈ ഭൂമി ബാക്കിയുള്ള ഗ്രഹങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്കത്ര ഡീറ്റെയിൽഡായിട്ട് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ തന്നെ അവൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവൾ ചോദിച്ചു, അമ്മ പെട്ടെന്ന് ഈ ഭൂമി നിന്നു പോയാൽ എന്തോ ചെയ്യും, ഭൂമി കറങ്ങാതെ ഭൂമി നിന്നു പോയാൽ എന്തോ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇപ്പം സംഭവിക്കില്ലായിരിക്കും, പക്ഷേ എന്തെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കും. ഭൂമി എന്താ പറയുക, എങ്ങനെയെങ്കിലും അത് നിൽക്കുമോ, എന്തായാലും അതിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എല്ലാ സാധനത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. നമുക്ക് ആർക്കും കറക്റ്റ് കാര്യം പറയാൻ പറ്റത്തില്ല, എന്നിത് അവസാനിക്കും, എന്ത് സംഭവിക്കും, പ്രവചിക്കാം. അതും ഒരു 90% എന്ന് പറയാം. അല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നിട്ടും നമ്മൾ ആകെപ്പാടെ ഒരു ശരാശരി ഒരു ആയുസ്സെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു 70, മാക്സിമം പോയാൽ ഒരു 70. അതിനു മുമ്പ് വല്ല അസുഖം തട്ടിപ്പോയാലോ വല്ല ആക്സിഡൻറ്റിൽ തട്ടിപ്പോയാലോ അതും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും നാൾ നമുക്ക് ജീവിക്കാനും പണ്ടത്തെ ആൾക്കാർ ജീവിച്ചിരുന്നു. അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത്, നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നിരുന്നാൽ പോലും നമുക്ക് മറ്റുള്ളവരെ കാണിക്കണം. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ പോരാ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കണം. അവർ സന്തോഷമാണ്, അവർ ഭയങ്കര ഹാപ്പിയാണ്, അവർക്ക് ഇത്രയും പൈസയുണ്ട്, അത്രയും കാര്യങ്ങളുണ്ട് എന്നൊക്കെ എന്താ പറയുക, മറ്റുള്ളവരെ നമുക്ക് എന്താ പറയുക ബോധ്യപ്പെടുത്തണം. അവരെ സാറ്റിസ്ഫൈഡ് ആക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നതെന്ന് ഒരിടയ്ക്കും എനിക്ക് തോന്നുന്നത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ നേരത്തെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ, ഞാൻ നഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞ് ആ ഒരു സമയത്ത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് നിൽക്കരുത്, പുറത്ത് പോയി സെറ്റിലാവണം, പിള്ളേരും ഫാമിലിയൊക്കെ ആയിട്ട് പുറത്ത് പോയി സെറ്റിലാവണം എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഇന്നൊരു സമയത്ത് എനിക്കൊരു ബ്രേക്ക് വന്നു എൻ്റെ ജോലിയിൽ. അപ്പോൾ ബ്രേക്ക് വന്ന സമയത്ത് ഞാനിതുപോലെ സൗദിയിലോട്ട് ചേക്കേറി. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ, അതിനു മുമ്പൊക്കെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്ത് സെറ്റിലാവണം അങ്ങനെ ഒരു ചിന്തയായിരുന്നു. എനിക്ക് നാട്ടിൽ നിൽക്കേണ്ട, നാട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷേ ഞാൻ പുറത്ത് പോയി നിന്ന് കഴിഞ്ഞപ്പോഴാണ് എന്നെ സംബന്ധിച്ച് എനിക്കത് പറ്റത്തില്ല. ഇടയ്ക്കൊരാളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ച് വെച്ചിരുന്നതെന്ന് വെച്ചാൽ, പുറത്ത് പോയി സെറ്റിലായി കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ആയിരിക്കും. എനിക്ക് ഗൾഫ് കൺട്രിയിലെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ, യൂറോപ്യൻ കൺട്രീസിലെ കാര്യം എനിക്ക് അറിയത്തില്ല. ഫ്രണ്ട്സ് പറയുന്നുണ്ട് നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്, ഓക്കെ, എല്ലാം കൊണ്ടും നല്ലതാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷെ അവരാരും തിരിച്ചു വരുന്നില്ല. അവരെ തിരിച്ചു വരുത്താത്ത എന്തോ ഒന്ന് അവിടെ ഉണ്ട്. ആ ലൈഫ് സ്റ്റൈലായിരിക്കും എല്ലാം കൊണ്ടും നല്ലതായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓരോരുത്തരുടെ ഇഷ്ടം ഓരോന്നാണ്. എൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത്, എനിക്ക് നാട്ടിൽ നിൽക്കണമെന്നാണ് ഇഷ്ടം. സത്യം പറഞ്ഞാൽ വെറുതെ നിൽക്കണമെന്നാണ് ഇഷ്ടം, ചുമ്മാ വീട്ടിൽ നിൽക്കണമെന്നാണ് ഇഷ്ടം. പിള്ളേരുടെ കാര്യമൊക്കെ നോക്കി ചോറും കറിയൊക്കെ വെച്ച് വീടൊക്കെ നോക്കി നിൽക്കണം. പക്ഷെ നമ്മുടെ ഇഷ്ടവും നമ്മുടെ ആഗ്രഹങ്ങളും ഒന്നും ആയിരിക്കത്തില്ലല്ലോ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്നത്. നമ്മളൊന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു, നമ്മൾക്ക് കിട്ടുന്നത് വേറൊന്നും. അതുമായിട്ട് പിന്നെ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും പ്രസൻറ്റിലല്ല ജീവിക്കുന്നത്, ഫ്യൂച്ചറിലാണ് ജീവിക്കുന്നത്. കാരണം ഞാനെപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇന്നത്തെ കാര്യമൊക്കെ ചിന്തിക്കും, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നാളെ അത് വെക്കണം, നാളെ ഇതെടുക്കണം, നാളെ അങ്ങനെ ആവണം, നാളെ ഇതിങ്ങനെ ആക്കണം, അതിന് പൈസ എടുക്കണം, ഇതിന് പൈസ എടുക്കണം, അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അത് ചെയ്യണം. അതൊക്കെ ഒരു തരത്തിൽ ഞാൻ നോക്കിയിട്ടൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചൊക്കെ സേവിങ്സ് വേണം, കുറച്ചൊക്കെ നമ്മൾ
ഒക്കെ വെക്കണം. പക്ഷേ നമ്മൾ എന്താ പറയുക, നമ്മുടെ ലൈഫ് നമുക്ക് കുറച്ച് നാളേ ഉള്ളൂ ജീവിക്കാൻ, ഒരു 60-70 വർഷമുള്ളൂ നമുക്ക് ജീവിക്കാൻ. ആ സമയത്ത് നമ്മുടെ മക്കളുടെ കൂടെ ഒന്നും അല്ല നമ്മൾ ഇതിനൊക്കെ വേണ്ടി മാത്രം ഈ പുറത്ത് പോയി കഷ്ടപ്പെടുന്നതൊക്കെ എന്തിനാണെന്ന് ഞാൻ ആലോചിക്കും. എന്നാലും ഞാനിനിയും പോവും. പക്ഷെ അതൊരു ചിലപ്പോൾ ഞാൻ അല്ലെങ്കിൽ പണ്ടത്തെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നല്ലതെന്ന്. എന്താ കാര്യം എന്ന് വെച്ചാൽ അന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ വീട്ടിൽ ഇരിക്കാം, ഒരുമിച്ച് ഫുഡ് കഴിക്കാം, ഒരുമിച്ച് ഉറങ്ങാം, വലിയ ടെൻഷനുകളില്ല, ഈ ജോലി സ്ട്രെസ്സില്ല. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് കുറച്ച് അഡ്വാൻസ് മൊബൈൽ, ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റത്തില്ല, കാരണം എനിക്ക് മൊബൈലില്ല. എല്ലാത്തിനും അതിൻ്റേതായ ഒരു കുഴപ്പങ്ങളും ഉണ്ട്. രാവിലെ ഇരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കുറച്ച് പറയണമെന്ന് തോന്നി. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഓരോരുത്തരെ. അവരറിയുന്നുണ്ടായിരിക്കത്തില്ല, എൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഒരാളെ ഞാൻ ഒബ്സർവ് ചെയ്യും, അവർ ഉടുത്തേക്കുന്ന ഡ്രസ്സോ അവരുടെ ഹെയർ ആക്സസറീസോ അവരുടെ ഐ കെയറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. ചിലരുടെ ലൈഫ് സ്റ്റൈൽ നല്ലപോലെ ഒബ്സർവ് ചെയ്യും, ഓരോരുത്തരുടെയും ഒബ്സർവ് ചെയ്യും. അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞൊരു സാധാരണക്കാരന് ജീവിക്കാൻ ഈ നാട്ടിൽ നിൽക്കാനുള്ള വരുമാനം മതി, എല്ലാ സൗകര്യങ്ങളോടുകൂടിയും ജീവിക്കാൻ ഈ നാട്ടിൽ നിൽക്കാനുള്ളൊരു കാര്യം മതി. എല്ലാവരും സാറ്റിസ്ഫൈഡാണ്. പക്ഷെ പ്രശ്നമെന്ന് വെച്ചാൽ മറ്റുള്ളവരെയും കൂടെ നമുക്കൊന്ന് സാറ്റിസ്ഫൈഡ് ആക്കണം. മറ്റുള്ളവർക്ക് നമ്മുടെ ലൈഫ് കണ്ട് ഇച്ചിരി അസൂയ തോന്നണം. എന്ത് കാര്യത്തിനാണ് അങ്ങനെ അസൂയ തോന്നുന്നത്? അങ്ങനെ അസൂയ തോന്നുന്നത് ഒരു കാര്യവുമില്ല. കാരണം ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. എത്ര മനുഷ്യരുണ്ടോ അത്രയും പേർക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരുപോലുള്ള. ഇപ്പം ഒന്ന് വയനാട്ടിൽ കണ്ടില്ലേ, അവർ 5 സെൻറ്റ് മേടിച്ചു, എന്നാൽ ഞാൻ 10 സെൻറ്റ് മേടിച്ചു, എന്നാൽ ഞാൻ 20 സെൻറ്റ് മേടിച്ചു, എന്നാൽ 40 സെൻറ്റ് മേടിച്ചു, ഞാനൊരു നല്ല വീട് വെച്ചു, ഞാൻ 3 നല്ല വീട് വെച്ചു. ഇപ്പോൾ എല്ലാ വീടും എന്ത് വയനാട്ടുകാരുടെ കാര്യം മാത്രമല്ല, ഇവിടെ അടുത്ത് കടൽ കിടപ്പുണ്ട്, ആലപ്പുഴക്കാരുടെ കാര്യം, ഈ ലോകത്തുള്ള എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെ. ഈ ലോകത്തുള്ള എല്ലാം ഒന്നും ശാശ്വതമല്ല. നമ്മളെല്ലാം കെട്ടിപ്പടുത്ത് എല്ലാം എടുത്തു വെക്കുന്നു, അതൊന്നും നമ്മുടെ അല്ല. ഇപ്പം ഞാൻ ഈ ന്യൂസ് പേപ്പർ വായിക്കുന്നത്, ഇപ്പം ഈ ന്യൂസ് പേപ്പർ എൻ്റെ കയ്യിൽ ഇരിക്കുക, ഇച്ചിരം കഴിഞ്ഞ് ഒന്നുമില്ല ഇത് തീ കത്തിക്കാനെടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് തൂക്കി വിൽക്കും. ഒന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന ഒന്നും ആകെപ്പാടെ നമുക്കുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. നേരത്തെ ഒന്നും എനിക്കിങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ ഇങ്ങനെ കിടന്ന കരയും, ഞാൻ ഒത്തിരി ഇമോഷണലായിട്ട് ഡെസ്പാവും. എന്താ കാര്യത്തിന് ഓവർ സെൻറ്റിമെൻറ്റ്സിൻ്റെ ആളാണ് കേട്ടോ. എനിക്കറിയില്ല, ചിലപ്പോൾ അത് ഓരോരുത്തരുടെ ജീനിൻ്റെ കുഴപ്പമായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഒരു വലിയ വിഷമം വന്നാൽ ഞാൻ ആ വിഷമം തന്നെ ഓർത്തൊന്നും ഇരിക്കത്തൊന്നുമില്ല. എല്ലാം അതിൻ്റേതായ വഴിക്ക് നടക്കും. അങ്ങനെ എടുത്തയാൾ നമ്മളൊന്നിനകത്തൊരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. എല്ലാം അതിൻ്റേതായ വഴി നടക്കും. ഓരോരുത്തർ ജനിച്ചേക്കുന്നതിന് ഈ ലോകത്ത് ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവർക്ക് ഓരോ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് ചെയ്യുക, ബാക്കിയെല്ലാം ദൈവം തരും. ഇന്നലെ രാത്രി തന്നെ വിചാരിച്ചു ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, മനുഷ്യൻ്റെ ഓരോരോ കാര്യങ്ങളെ ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാനത്ര പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. കാരണം ഞാനൊരു മനുഷ്യനാണല്ലോ. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ മോട്ടിവേഷൻ പറയുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അതിനോടൊന്നും അത്ര യോജിക്കുന്നൊന്നുമില്ല. എത്ര മോട്ടിവേഷൻ ആര് നമുക്ക് പറഞ്ഞു തന്നെന്ന് പറഞ്ഞാലും, നമ്മളെ എത്ര കറക്റ്റ് ചെയ്യാൻ ആര് നോക്കിയെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്നർ മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്. അത് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ എത്ര വലിയ അഡ്വൈസസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കേട്ടിരിക്കുമായിരിക്കും. ചിലപ്പോൾ ഒരു 5% നമ്മൾ ചേഞ്ച് ആവുമായിരിക്കും. പക്ഷെ നമ്മുടെ ഇന്നർ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാര്യം ഒരിക്കലും ആർക്കും അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. പിന്നെ കേൾക്കുമ്പോൾ നമ്മൾ അന്നേരം വിചാരിക്കും എന്നാൽ ഇങ്ങനെ ആവാം, ഇത് കൊള്ളാം, നാളെ തൊട്ട് ഇങ്ങനെ ആവാം. ഒരിക്കലും അങ്ങനെ ആവാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല. കാരണം നമ്മുടെ ഓരോരുത്തരുടെ മൈൻഡ് എന്ന് വെച്ചാൽ അത് ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് ഓരോരുത്തരും മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എത്ര വലിയ മോട്ടിവേഷൻ മൂവീസോ മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ ക്ലാസ് കേട്ടാലോ എന്ത് കേട്ടെന്ന് പറഞ്ഞാലും അത് കംപ്ലീറ്റായിട്ട് ചേഞ്ച് ആവാനൊന്നും ആരുടെയും പോകുന്നില്ല.
അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ തീരുമാനമെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് അഡ്വൈസ് ചോദിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ മാത്രം അഡ്വൈസ് ചോദിക്കുക. അല്ലാതെ കാണുന്നവരോടെല്ലാം അത് കേട്ടെ ഇത് കേട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ വെറുതെ കോമാളി ആകാൻ പോകരുത്. നമ്മൾ ഒരു കാര്യം ആരോടും പറയാതെ ഇരിക്കുക. നമുക്ക് അഡ്വൈസ് ചോദിക്കാൻ പറ്റിയ ആ ഒരു ലെവൽ ഓഫ് ഫ്രീഡം ഉള്ള ആളിനോട് മാത്രം, അത്ര കോൺഫിഡൻഷ്യലായിട്ടുള്ള ഒരാളിനോട് മാത്രം അഡ്വൈസ് ചോദിക്കുക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.